ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 3 ബൈബിൾ ക്വിസ്. ഇസ്രയേലിയരുടെ പുതിയ തലമുറയ്ക്ക് എവിടുത്തെ യുദ്ധങ്ങളൊന്നും അറിയില്ലായിരുന്നു. കനാനിലെ ആരാണ് കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്തത്? ഇസ്രയേൽ മക്കളുടെ തലമുറകൾ. യഹോവ ജാതികളെ വെച്ചിരുന്നതെന്തുകൊണ്ട്? ഇസ്രയേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കുന്നതിനുമായി. ഇസ്രയേൽ ജനത്തെ പരീക്ഷിക്കേണ്ടതിനും ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനും യഹോവ ഏതൊക്കെ ജാതികളെയാണ് ദേശത്ത് വെച്ചിരുന്നത്? കനാന്യർ, ഹിത്യർ, അമ്മോര്യർ, പെരിസ്യർ, യെബൂസ്യർ, ഹിവ്യർ. ഹിവ്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? ലെബാനോൻ പർവ്വതത്തിൽ ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ. യഹോവ ജാതികളെ വെച്ചിരുന്നത് എന്തുകൊണ്ട്? മോശെ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അവർ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രയേലിനെ പരീക്ഷിച്ചറിവാൻ. ഇസ്രയേൽ മക്കൾ ആരുടെ ഇടയിലാണ് പാർത്തിരുന്നത്? കനാന്യർ, ഹിത്യർ, അമ്മോര്യർ, പെരിസ്യർ, യെബൂസ്യർ, ഹിവ്യർ എന്നിവരുടെ ഇടയിൽ. കനാന്യർ, ഹിത്യർ, അമ്മോര്യർ, പെരിസ്യർ, യെബൂസ്യർ, ഹിവ്യർ എന്നീ ജാതികളുടെ ഇടയിൽ ഇസ്രയേൽ മക്കൾ പാർത്തിരുന്നപ്പോൾ ഇസ്രയേൽ മക്കൾ അവരോട് എന്തു ചെയ്തു? അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഇസ്രയേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ആരെയെല്ലാം സേവിച്ചു? ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും. ഇസ്രയേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. ഇസ്രയേൽ മക്കളുടെ നേരെ യഹോവയുടെ കോപം ജ്വലിച്ചപ്പോൾ അവൻ ആർക്കാണ് അവരെ വിറ്റത്? മെസപ്പൊട്ടോമിയയിലെ രാജാവായ കൂശൻ രിശാഥയീമിനെ. ഇസ്രയേൽ മക്കൾ എത്ര കാലം കൂശൻ രിശാഥയീമിനെ സേവിച്ചു? 8 സംവത്സരം. ഇസ്രയേൽ മക്കൾ 8 സംവത്സരം കൂശൻ രിശാഥയീമിനെ സേവിച്ചപ്പോൾ അവർ എന്തു ചെയ്തു? അവർ യഹോവയോട് നിലവിളിച്ചു. ഇസ്രയേൽ മക്കൾ തന്നോട് നിലവിളിച്ചപ്പോൾ യഹോവ എന്തു ചെയ്തു? ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി അവൻ ഒരു രക്ഷകനെ എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ വിടുവിച്ചു. ഇസ്രയേൽ മക്കളെ വിടുവിക്കാൻ യഹോവ എഴുന്നേൽപ്പിച്ച രക്ഷകൻ ആരായിരുന്നു? കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ. ഒത്നിയേലിന്റെ മേൽ എന്താണ് വന്നത്? അവൻ എന്തു ചെയ്തു? ഒത്നിയേലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു.
അവൻ ഇസ്രയേലിന് ന്യായാധിപനായി. ഒത്നിയേൽ ഇസ്രയേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറെ യഹോവ ഒത്നിയേലിന്റെ കയ്യിൽ ആരെയാണ് ഏൽപ്പിച്ചത്? മെസൊപ്പൊത്താമിയയിലെ രാജാവായ കൂശൻ ദിശഥായിമിനെ. യഹോവ കൂശൻ ദിശഥായിമിനെ ഒത്നിയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിനു ശേഷം ദേശത്തിന് എത്ര സംവത്സരം സ്വസ്ഥത ഉണ്ടായി? 40 സംവത്സരം. കെനസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും എന്തു ചെയ്തു? യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തുകൊണ്ട് യഹോവ ആരെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി? മോവാബ് രാജാവായ എഗ്ലോനെ. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ എഗ്ലോൻ ആരെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്? അമ്മോന്യരെയും അമാലേക്യരെയും. എഗ്ലോൻ ഇസ്രായേലിനെ തോൽപ്പിച്ച് ഏത് നഗരവും കൈവശമാക്കി? ഈന്തപട്ടണവും കൈവശമാക്കി. ഇസ്രായേലിയർ എത്ര സംവത്സരം എഗ്ലോനെ സേവിച്ചു? 18 സംവത്സരം. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ഏത് ന്യായാധിപനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു? ബെന്യാമീനായ ഗേരയുടെ മകനായി ഇടംകയ്യനായ ഏഹൂദിനെ. ഏഹൂദിന്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് എന്ത് കൊടുത്തയച്ചു? കാഴ്ച കൊടുത്തയച്ചു. ഏഹൂദ് എന്താണ് ഉണ്ടാക്കിയത്? ഇരുവായ്ത്തലയും 1 മുഴം നീളവും ഉള്ള ഒരു ചുരിക. ഏഹൂദ് ഇരുവായ്ത്തലയും 1 മുഴം നീളവുമുള്ള ഒരു ചുരിക ഉണ്ടാക്കി അത് എവിടെയാണ് കെട്ടിയത്? അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടയ്ക്ക് കെട്ടി. എഗ്ലോനെ എങ്ങനെ വിവരിച്ചിരിക്കുന്നു? ഏറ്റവും സ്ഥൂലിച്ചവൻ. കാഴ്ചവെച്ചു കഴിഞ്ഞ ശേഷം ഏഹൂദ് എന്തു ചെയ്തു? കാഴ്ച ചുമന്നുകൊണ്ട് വന്നവരെ അവൻ അയച്ചു കളഞ്ഞു. കാഴ്ച കൊണ്ടുവന്ന ആളുകളെ പറഞ്ഞയച്ചതിന് ശേഷം ഏഹൂദ് ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്ന് എഗ്ലോനോട് എന്താണ് പറഞ്ഞത്? രാജാവേ, എനിക്കൊരു സ്വകാര്യം ഉണ്ട് എന്ന് പറഞ്ഞു. എഗ്ലോൻ ഏഹൂദിനോട് ക്ഷമിക്ക എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ട് പുറത്തുപോയി. ഏഹൂദ് അടുത്തു ചെന്നപ്പോൾ എഗ്ലോൻ എവിടെയായിരുന്നു ഇരുന്നത്? ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ച് ഇരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാൻ ഉണ്ട് എന്ന് ഏഹൂദ് പറഞ്ഞ ഉടനെ എഗ്ലോൻ എന്തു ചെയ്തു?
ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എഗ്ലോൻ തന്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഏഹൂദ് എന്തു ചെയ്തു? ഏഹൂദ് ഇടങ്കൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവന്റെ വയറ്റിൽ കുത്തിക്കടത്തി. ഏഹൂദ് ചുരികയുടെ എത്ര ഭാഗം എഗ്ലോന്റെ വയറ്റിൽ കുത്തിക്കടത്തി? അലകോടുകൂടെ പിടിയും അകത്തു ചെന്നു. അവന്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കായകയാൽ എന്ത് സംഭവിച്ചു? മേധസ് അലകിന്മേൽ പൊതിഞ്ഞടഞ്ഞു. അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു. എഗ്ലോന്റെ വയറ്റിൽ ചുരിക കുത്തിക്കടത്തിയ ശേഷം ഏഹൂദ് എന്തു ചെയ്തു? ഏഹൂദ് ഭൂമുഖത്ത് ഇറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. എഗ്ലോന്റെ മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ എഗ്ലോന്റെ ഭൃത്യന്മാർ അവൻ എന്തു ചെയ്യുകയായിരിക്കും എന്ന് പറഞ്ഞു. ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിന് ഇരിക്കുകയായിരിക്കും എന്ന് അവർ പറഞ്ഞു. എഗ്ലോന്റെ ദാസന്മാർ മാളികമുറിയുടെ വാതിൽ തുറക്കായക കൊണ്ട് എന്തു ചെയ്തു? അവർ താക്കോൽ എടുത്ത് തുറന്നു. മാളികമുറിയുടെ വാതിൽ താക്കോലെടുത്ത് തുറന്നപ്പോൾ എഗ്ലോന്റെ ഭൃത്യന്മാർ എന്താണ് കണ്ടെത്തിയത്? തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എഗ്ലോന്റെ ദാസന്മാർ കാത്തിരുന്നതിനിടയിൽ ഏഹൂദ് എന്തു ചെയ്തു? ഏഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സെയീരയിൽ ചെന്നു ചേർന്നു. സെയീരയിൽ എത്തിയപ്പോൾ ഏഹൂദ് എന്തു ചെയ്തു? എഫ്രൈം പർവ്വതത്തിൽ കാഹളം ഊതി. ഏഹൂദ് സെയീരയിൽ ചെന്ന് കാഹളം ഊതിയപ്പോൾ ഇസ്രായേൽ മക്കൾ എന്തു ചെയ്തു? ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അവൻ അവർക്ക് നായകനായി. ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അവൻ അവർക്ക് നായകനായപ്പോൾ അവരോട് എന്തു പറഞ്ഞു? എന്റെ പിന്നാലെ വരുവിൻ, ശത്രുക്കളായ മോവാബിരെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്നപ്പോൾ ഏഹൂദ് എന്തു ചെയ്തു? മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. ഇസ്രായേൽ മക്കൾ ആ സമയം മോവാബിൽ എത്ര പേരെ വെട്ടിക്കളഞ്ഞു? ഏകദേശം 10,000 പേരെ. മോവാബിർ എല്ലാവരും എങ്ങനെയുള്ള പുരുഷന്മാരായിരുന്നു? എല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരും ആയിരുന്നു. ഇസ്രായേൽ മക്കൾ മോവാബിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞ ശേഷം മോവാബിന് എന്ത് സംഭവിച്ചു? മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി. മോവാബ് ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിയതിനു ശേഷം എത്ര വർഷം ദേശത്തിന് സ്വസ്ഥതയുണ്ടായി? ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥതയുണ്ടായി.
ഏഹൂദിന് ശേഷം ആരാണ് എഴുന്നേറ്റത്? അനാത്തിന്റെ മകനായ ശങ്കർ. ശങ്കർ ഇസ്രയേലിനെ രക്ഷിച്ചതെങ്ങനെ? അവൻ ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.